നമുക്കൊരു മോം ഡോട്ടർ കോംബോ ആണ് ചെയ്യാനുള്ളത്. അതിൽ 2 ഇയർ ആയിട്ടുള്ളൊരു ബേബിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മോമിനൊരു ഗൗണും മോൾക്കൊരു ഫ്രോക്കുമാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. കറക്റ്റ് റെഫറൻസൊക്കെ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലോത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു മെറൂൺ കളറാണ്. നമ്മൾ പണ്ട് ജിമ്മിച്ചൂൽ ചെയ്ത ആ ഒരു സ്കേർട്ട് ഭാഗം അതേപോലെയാണ് ഈ ഫ്രോക്കിന് ചെയ്യുന്നത് കുട്ടിക്ക്. സാധാരണ ഈ ഫസ്റ്റ് ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് പിന്നെയാണ് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുക. ഇത് ഭയങ്കര ഫ്ലോയി ആയ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ പിന്നെ കുത്തിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാവും കുറച്ചും കൂടെ എളുപ്പം എനിക്ക്. ബേബിയുടെ യോക്ക് ഭാഗത്ത് ഇതേപോലെ പ്ലീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം കസ്റ്റമർ പറഞ്ഞ റെഫറൻസാണ്. പിന്നെ വേസ്റ്റ് ഭാഗത്ത് ഒരു ഫ്ലവറും വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കസ്റ്റമർ പറഞ്ഞു ഇത് ഫ്ലാറ്റായി തോന്നുന്നു. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. കസ്റ്റമർ പറഞ്ഞു ഫ്ലാറ്റായി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റിഫ് നെറ്റും അതിൻ്റെ അടിയിൽ പിന്നെയാണ് വെച്ചെടുത്തത്. പിന്നെ മോമിന് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗൗണാണ്. അതൊരു ഡബിൾ ലെയർ വരുന്ന ഒരു ഗൗണാണ്. അംബർല കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അംബർല കട്ട് ഇതിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലോത്തിൽ നമ്മളത് റൗണ്ടിൽ കട്ട് ചെയ്താലും പിന്നെ ഒരു ഭാഗത്തുനിന്ന് വലിക്കുമ്പോൾ അതിങ്ങനെ അവിടെ നല്ല നീളത്തിൽ വരും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഒരു ക്ലോത്തിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ഭാഗത്തൊരു ബാൻഡും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലേസ് വെച്ചിട്ട് ഇതേപോലെ ഒരു ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സ്കേർട്ട് പോർഷൻ വരുന്നത്. എന്നിട്ട് നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വീനക്കാണ് അതിൽ വരുന്നത്. യോക്ക് ഭാഗത്ത് വൈറ്റ് കളറുള്ള ചെറിയ ചെറിയ പേൾസും വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഫ്രോക്ക് ഇതേപോലെയാണ് വരുന്നത്. മോമെൻ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം.